എല്ലാവർക്കും ബയോളജി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ഭാഗങ്ങളിലായി രക്തം കട്ടപിടിക്കുന്ന പ്രക്രിയയും അതുപോലെ മുറിവുണ്ടാകുമ്പോൾ അവിടെ ഒരു ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് വീങ്ങൽ പ്രതികരണം ഉണ്ടാകുന്നതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് പഠിച്ചത്. അത്തരത്തിൽ മുറിവുണ്ടായിക്കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ രക്തക്കട്ടയുണ്ടാവും. പിന്നീട് എന്ത് ചെയ്യും? ആ മുറിവ് ഉണങ്ങുക തന്നെ ചെയ്യും. ഇപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന ഈ വീഡിയോയിലെ ഈ ചിത്രത്തിലേക്ക് നിങ്ങളൊന്ന് നോക്കൂ. ഈ ചിത്രത്തിലേക്ക് നോക്കിയാൽ എന്താണ് കാണാൻ കഴിയുന്നത്? ഇപ്പോൾ ഈ ചിത്രത്തിലേക്ക് നോക്കിയാൽ കാണാം അവിടെ ഒരു മുറിഞ്ഞ ഒരു പാട്, ഇങ്ങനെ താഴേക്കൊരു മുറിഞ്ഞൊരു പാടുണ്ടായിട്ടുണ്ട് അല്ലേ? ആ മുറിപ്പാട്, ആ മുറിഞ്ഞ പാട്, ആ സ്കാറ് ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം മുറിവുണ്ടായി കഴിയുമ്പോൾ ആ മുറിവ് ബ്ലീഡിങ്, രക്തം വന്നിട്ട് എന്തു ചെയ്യും? രക്തം കട്ട പിടിച്ച് ആ മുറിവ് ഉണങ്ങും. പക്ഷേ ചില മുറിവുകൾ നല്ലതുപോലെ ഉണങ്ങിയ പാടവിടെ ഉണ്ടാവുകയും ചെയ്യുന്നില്ല. പക്ഷേ ഈ ഒരു ചിത്രത്തിലേക്ക് നോക്കിയാൽ ഇതിൽ ആ മുറിഞ്ഞ ഒരു പാട് അതുപോലെ തന്നെ അവിടെ കാണുന്നുണ്ട് അല്ലേ? എന്തുകൊണ്ടായിരിക്കും മുറിപ്പാടുണ്ടായത്, ഈ സ്കാർ അവിടെ ഉണ്ടായത്? അതാണ് നമ്മൾ ഇന്നത്തെ ആദ്യം നമ്മൾ പഠിക്കുന്നത്. നമുക്കറിയാം മുറിഞ്ഞു കഴിഞ്ഞിട്ട്, മുറിവുണ്ടായി കഴിഞ്ഞിട്ട് ആ മുറിവുണങ്ങും അല്ലേ? മുറിവുണങ്ങുമ്പോൾ പുതിയ കോശങ്ങൾ, സെല്ലുകളാണ് അവിടെ ഉണ്ടാകുന്നത്. ഈ മുറിവ് ആഴത്തിലാണ് എങ്കിൽ, ആഴത്തിലുള്ള മുറിവാണെങ്കിലാണ് ഇത്തരത്തിലുള്ള പാട് അവശേഷിപ്പിക്കുക. സാധാരണ ചെറിയ മുറിവുകളാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കയ്യിൽ ചെറിയ മുറിവുണ്ടെങ്കിൽ അതേ, ശ്രദ്ധിക്കുക കേട്ടോ, അതേ കലകൾ, അതേ ടിഷ്യൂസ്, ഇവിടെ കാണുന്ന അതേ കോശങ്ങൾ, സെല്ലുകൾ കൊണ്ട് തന്നെ പുതിയ അതേ തരത്തിലുള്ള പുതിയ കോശങ്ങളുണ്ടായി ആ മുറിവ് ഉണങ്ങും. പക്ഷേ ആഴത്തിലുള്ള മുറിവാണെങ്കിൽ ഈ നമ്മുടെ ഈ തൊലിയുടെ പുറത്ത് നമ്മുടെ ഏറ്റവും ഈ ആവരണകലയും ഉപയോഗിച്ചുകൊണ്ട്, ഈ ടിഷ്യൂസ് ഉപയോഗിച്ചുകൊണ്ട്, പുറമേ കാണുന്ന ഈ കോശങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അത് മുറിവുണക്കാനായിട്ട് പറ്റാതെ വരും. അങ്ങനെ ആഴത്തിൽ മുറിഞ്ഞു കഴിയുമ്പോൾ യോജക കലകൾ, കണക്റ്റീവ് ടിഷ്യൂസ് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഈ യോജക കലകൾ അല്ലെങ്കിൽ കണക്റ്റീവ് ടിഷ്യൂസ്, പ്രത്യേകം ഒന്ന് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. യോജക കലകൾ, കണക്റ്റീവ് ടിഷ്യൂസ്. ഈ കണക്റ്റീവ് ടിഷ്യൂസ് ഉപയോഗിച്ചുകൊണ്ട് ആ ഭാഗത്ത് പുതിയ സെല്ലുകൾ ഉണ്ടാവുകയാണ്. യോജക കലകൾ ഉണ്ടാകുമ്പോഴാണ്, അതിനെ കണക്ട് ചെയ്ത് വരുന്ന കലകൾ, യോജക കലകൾ ഉണ്ടാകുമ്പോഴാണ് അവിടെ ആ പാട് ഇങ്ങനെ അവശേഷിക്കുക. അപ്പോൾ പാഠപുസ്തകത്തിൽ അതൊന്ന് മാർക്ക് ചെയ്യാനുണ്ട്. അത് നിങ്ങൾ പുസ്തകത്തിലേക്കും എഴുതി കാണും. അത് പ്രത്യേകമായിട്ട് മാർക്ക് ചെയ്ത് പഠിക്കേണ്ടതാണ്. കണക്റ്റീവ് ടിഷ്യൂസ്, യോജക കലകൾ ഉണ്ടാകുമ്പോഴാണ് ആ പാട് അവിടെ അവശേഷിക്കുക. ഇപ്പോൾ ഈ പാഠപുസ്തകത്തിൽ അവിടെ കൊടുത്തിട്ടുണ്ട് എന്തുകൊണ്ടിട്ടാണ് ആ മുറിഞ്ഞ പാട് അവശേഷിക്കുക. അപ്പോൾ ഇതെല്ലാവരും ബുക്കിലേക്ക് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട്, ടെക്സ്റ്റ് ബുക്കിലേക്ക് അണ്ടർലൈൻ ചെയ്യണം. അത് ബുക്കിലേക്ക് എല്ലാവരും എഴുതിയിട്ടുണ്ടെന്ന് കരുതുന്നു. ഇവിടെ കാണാം യോജക കലകൾ. ഈ യോജക കലകൾ മുറിവുണക്കുന്നത് കൊണ്ടിട്ടാണ്, കണക്റ്റീവ് ടിഷ്യൂസ് അവിടെ മുറിവ് ഉണക്കുന്നത് കൊണ്ടിട്ടാണ്. ആ പോയിന്റ് പ്രത്യേകമായിട്ട് നോട്ട് ചെയ്ത് പഠിക്കുന്നുണ്ട്. ഇംഗ്ലീഷിൽ എന്താണ്? കണക്റ്റീവ് ടിഷ്യൂസ്. ഇപ്പോൾ നമ്മളെ ഏറ്റവും ഭീതിപ്പെടുത്തുന്ന ഒരു പനിയാണ് കോവിഡുമായി ബന്ധപ്പെട്ട പനി. സാധാരണഗതിയിൽ ഈ പനി വരുന്നത് നമ്മളുടെ ഒരു സ്വയ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് വരുന്നതാണ്. എന്താണ് ആ പനി? പനി വരുമ്പോൾ നമ്മുടെ ശരീരത്തിലെ താപനില, ടെമ്പറേച്ചർ കൂടുന്നത് എന്താണ്? ഈ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. പനി. വായു, ജലം, സമ്പർക്കം തുടങ്ങി പല മാർഗങ്ങളിലൂടെ രോഗാണുക്കൾ പ്രാഥമിക പ്രതിരോധ തലം കടന്ന് ശരീരത്തിനുള്ളിൽ പ്രവേശിക്കുന്നു. രോഗാണുക്കൾ രക്തത്തിലെത്തുന്നു. അവ എണ്ണത്തിൽ പെരുകുന്നു. രക്തത്തിൽ കടക്കുന്ന രോഗാണുക്കൾ ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിക്കുന്നു. ഉത്തേജിതമായ ശ്വേതരക്താണുക്കൾ ചില രാസവസ്തുക്കളെ ഉൽപ്പാദിപ്പിക്കുന്നു.
ഈ പ്രത്യേക രാസവസ്തുക്കൾ ശരീര ഊഷ്മാവ് കൂട്ടുന്നു. രോഗി പനിയുടെ ലക്ഷണങ്ങൾ കാണിക്കുന്നു. ഊഷ്മാവ് വർധനവിൽ രോഗാണുക്കളുടെ പെരുകൽ നിരക്ക് കുറയുന്നു. ഫാഗോസൈറ്റുകൾ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നു. രാസവസ്തുക്കളുടെ അളവ് ക്രമേണ താണ് ശരീരോഷ്മാവും സാധാരണ നിലയിലെത്തുന്നു. പനി ഒരു പ്രതിരോധ പ്രവർത്തനമാകുന്നത് അങ്ങനെയാണ്. പനിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ ഇങ്ങനെ ക്രോഡീകരിക്കാം. രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുന്നു. രോഗാണുക്കൾ വിഷവസ്തുക്കളിലൂടെ ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിക്കുന്നു. ശ്വേതരക്താണുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കൾ ശരീര താപനില ഉയർത്തുന്നു. രോഗാണുക്കളുടെ പെരുകൽ നിരക്ക് കുറയുന്നു. ശ്വേതരക്താണുക്കൾ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നു. ഇപ്പോൾ പനി ഇപ്പോൾ നമ്മൾ കണ്ടു. പനി എന്നത് ഒരു പ്രതിരോധ പ്രവർത്തനമാണ്, ഒരു ഡിഫൻസ് മെക്കാനിസമാണ്. നമുക്കറിയാം, രോഗാണുക്കൾ പാത്തോജിൻസ് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ശ്വേതരക്താണുക്കളെ പറ്റി പഠിച്ചതാണ്, വൈറ്റ് ബ്ലഡ് സെൽസിനെ പറ്റി പഠിച്ചതാണ്. ഈ ശ്വേതരക്താണുക്കളിൽ ഏറ്റവും ആദ്യം പ്രതികരിക്കുന്ന, ഏറ്റവും ആദ്യം റെസ്പോണ്ട് ചെയ്യുന്ന വൈറ്റ് ബ്ലഡ് സെൽസ് ശ്വേതരക്താണു ഏതായിരുന്നു? യെസ്, ലിംഫോസൈറ്റല്ല, ഈസ്നോഫിൽ. ഈ ഈസ്നോഫിലാണ് ഏറ്റവും ആദ്യം പ്രതികരിക്കുക, അല്ലേ? ഈസ്നോഫിൽ പ്രതികരിക്കുന്നത് എങ്ങനെയാണ്? രാസവസ്തുക്കളെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടാണ്, അല്ലേ? കെമിക്കൽ സബ്സ്റ്റൻസിനെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടാണ്. അപ്പോൾ രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈസ്നോഫിൽ, ശ്വേതരക്താണുക്കളിലെ ഈസ്നോഫിൽ, വൈറ്റ് ബ്ലഡ് സെൽസിലെ ഈസ്നോഫിൽ എന്ത് ചെയ്യും? രാസവസ്തുക്കളെ, കെമിക്കൽസിനെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, അല്ലേ? ഈ രാസവസ്തുക്കളുടെ ഈ ഉൽപ്പാദനം, ഈ രോഗാണുക്കളും ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? വിഷവസ്തുക്കളെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ രോഗാണുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന വിഷവസ്തുക്കളുടെ സാന്നിധ്യം, നമുക്കറിയാം, രോഗാണുക്കൾ വിഷവസ്തുക്കളെ ഉൽപ്പാദിപ്പിച്ചു കൊണ്ടിട്ടാണ്, പ്രത്യേകിച്ച് ബാക്ടീരിയകൾ ആ വിഷവസ്തുക്കളെ ഉൽപ്പാദിപ്പിച്ചു കൊണ്ടിട്ടാണ് നമുക്ക് ശരീരത്തിന് രോഗമുണ്ടാക്കുന്നത്. അപ്പോൾ ഈ രോഗാണു ഉണ്ടാക്കിയ ഈ വിഷവസ്തുക്കളുടെ സാന്നിധ്യം, ഈ സാന്നിധ്യം ശരീരത്തിൽ ഉണ്ടായിക്കഴിയുമ്പോൾ, ഈ വിഷത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിക്കഴിയുമ്പോഴാണ് ഈ ശ്വേതരക്താണുക്കൾക്ക്, ഈ ഈസ്നോഫിലിന് തിരിച്ചറിയാൻ കഴിയുക ഇവിടെ ആര് കയറിയിട്ടുണ്ട്? രോഗാണു കയറിയിട്ടുണ്ട്. അല്ലാതെ അവർക്ക് തിരിച്ചറിയാൻ കഴിയില്ലല്ലോ. അപ്പോൾ രോഗാണുക്കൾ വിഷം ഉൽപ്പാദിപ്പിച്ച് കഴിയുമ്പോൾ, ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ, ഈ ടോക്സിൻസിൻ്റെ, ഈ വിഷം ഉണ്ടായി എന്ന് ശ്വേതരക്താണുക്കൾക്ക്, ഈസ്നോഫിലിനെ തിരിച്ചറിയുകയും ഈസ്നോഫിൽ എന്ത് ചെയ്യുന്നു? രാസവസ്തുക്കളെ, കെമിക്കൽസിനെ ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ ഈ കെമിക്കൽസിൻ്റെ ഈ സാന്നിധ്യം, ഈസ്നോഫിലുണ്ടാക്കുന്ന ഈ രാസവസ്തുക്കളുടെ ആ ഒരു സാന്നിധ്യം കൊണ്ടിട്ടാണ് ശരീര താപനില ഉയരാൻ തുടങ്ങുന്നത്. നമുക്കറിയാം, താപനില കൂടിയാൽ, നമുക്കറിയാം, ഈ ഭക്ഷണ സാധനങ്ങളൊക്കെ കേടാവാതിരിക്കാൻ നമ്മൾ ചൂടാക്കി വെക്കാറുണ്ട്. അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ സൂക്ഷ്മജീവികൾക്ക് വളരാനുള്ള സാഹചര്യം കുറയുകയാണ്. സാധാരണ നമ്മുടെ ടെമ്പറേച്ചർ, നമ്മുടെ ശരീര താപനില ബാക്ടീരിയകൾക്ക് വളരാൻ ഏറ്റവും അനുയോജ്യമായ ടെമ്പറേച്ചറാണ്. അപ്പോൾ അതുകൊണ്ടാണ് രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിലേക്ക് കയറി, രോഗാണുക്കൾ വിഷം ഉൽപ്പാദിപ്പിച്ച് കഴിയുമ്പോൾ ഈ വൈറ്റ് ബ്ലഡ് സെൽസ് എന്ത് ചെയ്യുന്നു? കെമിക്കൽസിനെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് നമ്മുടെ ശരീര താപനില കൂടാൻ തുടങ്ങുന്നു. അപ്പോൾ ഈ ഈസ്നോഫിൽ പ്രവർത്തിച്ചു തുടങ്ങിയാൽ നമുക്കറിയാം, ന്യൂട്രോഫിൽ വരും, ഇല്ല ബേസോഫിൽ അവിടെ വർക്ക് ചെയ്ത് തുടങ്ങും. അതുപോലെ ന്യൂട്രോഫിലും മോണോസൈറ്റുമൊക്കെ എത്തിച്ചേരുന്നു. അങ്ങനെ രോഗാണുക്കളെയൊക്കെ നശിപ്പിക്കും.
അതിനെ നശിപ്പിച്ച് കഴിയുമ്പോൾ ഈ വിഷവസ്തുവിൻ്റെ സാന്നിധ്യം നമ്മുടെ രക്തത്തിൽ കുറയും. ഈ വിഷത്തിൻ്റെ അളവ് രക്തത്തിൽ കുറഞ്ഞു കഴിയുമ്പോൾ ഈസ്നോഫിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഈ ശ്വേതരക്താണുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കളുടെ അളവ് രക്തത്തിൽ കുറഞ്ഞു വരും. അങ്ങനെ രക്തത്തിൽ കുറയുമ്പോൾ പനിയും എന്ത് ചെയ്യും? ക്രമേണ കുറയും. അപ്പോൾ സാധാരണഗതിയിലുള്ള പനികൾ എന്ത് ചെയ്യും? ഈ പറഞ്ഞ നമ്മുടെ ഈ ന്യൂട്രോഫിലും മോണോസൈറ്റും ഒക്കെ രോഗാണുക്കളെ നശിപ്പിക്കുന്നത് വഴി കുറയും. പക്ഷേ എല്ലാ പനിയും അങ്ങനെ ആയിരിക്കണമെന്നില്ല. സാധാരണ പനികളൊക്കെയാണ് ഇത്തരത്തിൽ നമുക്ക് നമ്മുടെ ശരീരം തന്നെ അതിനെ പ്രതിരോധിച്ച് നേടാം, പ്രതിരോധിച്ച് പനി ഇല്ലാതാക്കാം. പക്ഷേ ഈ പറഞ്ഞ മറ്റ് പല കാരണങ്ങൾ കൊണ്ട് പനി ഉണ്ടാവാം. എലിപ്പനി കൊണ്ടുണ്ടാവാം, ഡെങ്കിപ്പനി ഉണ്ടാവാം. അപ്പോൾ പലതരത്തിലുള്ള പനിക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് പനി എന്താണ്, പനി വന്നതിന് കാരണം എന്താണെന്ന് കണ്ടെത്തി അത് ചികിത്സിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ആ പനി ഉണ്ടാവുന്നതിൻ്റെ ആ ഒരു സ്റ്റെപ്പ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. എന്താണ് ആ സ്റ്റെപ്പ്? 1, രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുന്നു, അല്ലേ? രോഗാണു പ്രവേശിക്കുന്നു. പാത്തോജൻസ് എൻറ്റേഴ്സ് അവർ ബോഡി. 2, എന്താണ്? ഈ രോഗാണുക്കൾ, ഈ പാത്തോജൻസ് എന്ത് ചെയ്യും? അവിടെയുള്ള രക്തത്തിലേക്ക് വിഷവസ്തുക്കളെ ഉൽപ്പാദിപ്പിക്കുകയാണ്. ഈ രോഗാണുക്കൾ, ഈ പാത്തോജൻസ് എന്ത് ചെയ്യുന്നു? 2ാമത്തെ സ്റ്റെപ്പാണ് പറയുന്നത്. രോഗാണുക്കൾ അല്ലെങ്കിൽ പാത്തോജൻസ് എന്ത് ചെയ്യും? വിഷം ഉൽപ്പാദിപ്പിക്കുന്നു, ടോക്സിൻസ് ഉൽപ്പാദിപ്പിക്കുന്നു. 3ാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഈ വിഷവസ്തുക്കൾ ഉണ്ടായിക്കഴിയുമ്പോൾ ശ്വേതരക്താണുക്കൾ എന്ത് ചെയ്യുകയാണ്? ശ്വേതരക്താണുക്കൾ രാസവസ്തുക്കളെ, കെമിക്കൽസിനെ ഉൽപ്പാദിപ്പിക്കുന്നു, നമ്മുടെ ടെമ്പറേച്ചർ കൂടുന്നു. ഓക്കെ, അങ്ങനെ നമ്മുടെ ടെമ്പറേച്ചർ കൂടിക്കഴിയുമ്പോഴാണ്, നമ്മുടെ ശരീര താപനില കൂടിക്കഴിയുമ്പോൾ രോഗാണുക്കൾ പെരുകുന്നത് കുറയും. രോഗാണുക്കൾ കുറയുന്നതിനോടൊപ്പം ന്യൂട്രോഫിലും മോണോസൈറ്റുകളും ഒക്കെ എന്ത് ചെയ്യും? രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന ഫാഗോസൈറ്റോസിസ് എന്ന പ്രക്രിയ നടക്കും. അതിൻ്റെ ഫലപ്രാപ്തി കൂടും. അങ്ങനെ ബാക്ടീരിയകൾ ഇല്ലാതായി കഴിയുമ്പോൾ പനി ക്രമേണയായിട്ട് കുറയും. അതാണ് പനിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇതുവരെ നാം പഠിച്ച കാര്യങ്ങൾ ഈ രോഗാണുക്കളെ നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ രോഗം വരാതെ തടയുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ പഠിച്ചു, അല്ലേ? ഏറ്റവും ആദ്യം നമ്മൾ പഠിച്ചത് നമ്മുടെ ശരീരത്തിലേക്ക് രോഗാണുക്കൾ കടക്കുന്നത് തടയുന്നതിനുള്ള കുറേ മെത്തേഡുകൾ നമ്മുടെ ശരീരത്തിലുണ്ട്. ചെവിയുടേത്, കണ്ണുനീരിൻ്റെത്, ഇതുപോലെ മ്യൂക്കസ്, നമ്മുടെ ഹൈഡ്രോക്ലോറിക് ആസിഡ്, സ്റ്റൊമക്കിലുള്ള ആമാശയത്തിലുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. പിന്നെ നമ്മുടെ രക്തത്തിൽ കാണുന്ന രക്താണുക്കൾ, അല്ലേ? വൈറ്റ് ബ്ലഡ് സെൽസ്, ശ്വേതരക്താണുക്കൾ എങ്ങനെ രോഗാണുക്കളെയൊക്കെ നശിപ്പിക്കുന്നു എന്ന് നമ്മൾ കണ്ടു. വീങ്ങൽ പ്രതികരണം, ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് കണ്ടു. പിന്നെ ഫാഗോസൈറ്റോസിസ്, അല്ലേ? വിഴുങ്ങി നശിപ്പിക്കുന്നത് കണ്ടു. പിന്നെ രക്തം കട്ടപിടിക്കുന്നതൊക്കെ കണ്ടു. പിന്നെ മുറിവ് ഉണങ്ങുന്നതും ഈ പനി ഒക്കെ. ഈ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ രോഗാണുക്കളിൽ നിന്ന് നമ്മുടെ ശരീരത്തെ രക്ഷിക്കുന്നതാണ്. പക്ഷേ ഏതെങ്കിലും ഒരു പ്രത്യേക രോഗാണുവിനെതിരെ, പ്രത്യേകമായ ഒരു ബാക്ടീരിയക്കെതിരെ ഉള്ളതല്ല ഇതൊന്നും. ഇതൊക്കെ ഏത് രോഗാണുക്കൾ വന്നാലും നമ്മുടെ ശരീരം ചെയ്യുന്ന, അല്ലെങ്കിൽ ശരീരം തടയാൻ നോക്കുന്നതാണ്. അപ്പോൾ പ്രത്യേകമായ ഏതെങ്കിലും ഒരു രോഗാണുവിനെതിരെ അല്ല. അപ്പോൾ ഇതുകൊണ്ട് ഇതിനെ ഒരു പ്രത്യേകമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ളത് എന്ന് പറയാൻ കഴിയില്ല ഈ പറഞ്ഞതൊക്കെ. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളെ, പഠിച്ച ഈ പ്രതിരോധ മാർഗങ്ങളെയൊക്കെ നോൺ സ്പെസിഫിക് ബോഡി ഡിഫൻസ് എന്നാണ് പറയുക. പൊതുവായ പ്രതിരോധം, അതൊന്ന് നോട്ട് ചെയ്യണം കേട്ടോ. പൊതുവായ പ്രതിരോധം, നോൺ സ്പെസിഫിക്. ആ നോൺ സ്പെസിഫിക്കിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇതിന് മുൻപെല്ലാം പഠിച്ചത്. ഏതൊക്കെയുണ്ട്? രക്തം കട്ടപിടിക്കുന്ന, ബ്ലഡ് ക്ലോട്ടിങ്, ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്, വീങ്ങൽ പ്രതികരണം, ഫാഗോസൈറ്റോസിസ്, ചെവിയിലും മറ്റുമൊക്കെയുള്ള പ്രൊട്ടക്റ്റീവ് മെത്തേഡ്സ്. ഇതൊക്കെ എന്താണ്? നോൺ സ്പെസിഫിക് ആയിട്ടുള്ളതാണ്. ഏതെങ്കിലും ഒരു രോഗാണുവിനെതിരെ ഉള്ളതല്ല, പൊതുവായിട്ട് ഏത് രോഗാണുക്കൾ വന്നാലും അതിനെതിരെയുള്ളത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അങ്ങനെയല്ല. കൃത്യമായി
ഇപ്പോൾ ശത്രു വളരെ വളരെ ക്രൂരനായിട്ടുള്ള ഒരു ശത്രുവാണ് എങ്കിൽ എന്ത് ചെയ്യണം? ആ ശത്രുവിനെ പറ്റി കൃത്യമായി പഠിച്ച് ആ ശത്രുവിനെ നേരിട്ടാലേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, അതിനെ കീഴ്പ്പെടുത്താൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ യുദ്ധമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ശത്രുരാജ്യത്തെ പറ്റിയിട്ട് ഒന്നും പഠിക്കാതെ അവരുടെ സൈനിക ശക്തിയെപ്പറ്റി അറിയാതെ നമ്മൾ ആക്രമിച്ചാൽ എന്ത് ചെയ്യും? നമ്മൾ പരാജയപ്പെട്ടു പോകും. അപ്പോൾ രോഗാണു ശരീരത്തിലേക്ക് കയറി കഴിയുമ്പോൾ നേരത്തെ നമ്മൾ പഠിച്ച എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ അക്കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പരാജയപ്പെട്ടാലും നമ്മുടെ ശരീരം ചെയ്യുന്ന അടുത്ത ഒരു പണിയാണ് ആ രോഗാണുവിനെ കൃത്യമായി തിരിച്ചറിയും. അതിനെ തിരിച്ചറിഞ്ഞിട്ട് അതിന് അനുസരിച്ചിട്ടുള്ള രോഗപ്രതിരോധ മെത്തേഡ്സ് ചെയ്യും. ആ കാര്യങ്ങളെയാണ് പ്രത്യേകമായിട്ടുള്ള സ്പെസിഫിക് ബോഡി ഡിഫൻസ്, പ്രത്യേക പ്രതിരോധ സംവിധാനം എന്ന് പറയുന്നത്. അതെന്താണ് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ്? രോഗാണുവിനെ കൃത്യമായി തിരിച്ചറിഞ്ഞ് അവയെ നശിപ്പിക്കുന്ന മെത്തേഡാണ് ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിന് നമ്മളെ സഹായിക്കുന്നത് ലിംഫോസൈറ്റുകളാണ്. ലിംഫോസൈറ്റ് 2 തരത്തിലുള്ള ലിംഫോസൈറ്റുകളുണ്ട്. അപ്പോൾ എന്താണ് പ്രത്യേക പ്രതിരോധം, സ്പെസിഫിക് ഡിഫൻസ് എന്നുള്ളതൊന്ന് നോട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. ഓരോ ആൻറ്റിജൻ്റെയും ഘടന തിരിച്ചറിഞ്ഞ് അവയെ പ്രത്യേകം നശിപ്പിക്കുന്നതാണ് ഈ പ്രത്യേക പ്രതിരോധ സംവിധാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് ആൻറ്റിജൻ? ആൻറ്റിജൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വരുന്ന രോഗാണുക്കളെ, അന്യവസ്തുക്കളെയൊക്കെയാണ് ആൻറ്റിജൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് ആൻറ്റിജൻ? നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വരുന്ന അന്യവസ്തുക്കളെ, രോഗാണുക്കളാവാം, അലർജി ഉണ്ടാക്കുന്ന മറ്റു വസ്തുക്കളാവാം, അതിനെയൊക്കെയാണ് ആൻറ്റിജൻ എന്ന് പറയുക. ആൻറ്റിജൻ പിടികിട്ടിയോ? ഒന്നുകൂടി പറയട്ടെ, ആൻറ്റിജൻ എന്താണെന്ന്. നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വരുന്ന രോഗാണുക്കൾ, മറ്റു വസ്തുക്കളെയൊക്കെയാണ്, ശരീരത്തിന് ദോഷമുണ്ടാക്കുന്ന മറ്റു വസ്തുക്കളെയൊക്കെ എന്ത് വിളിക്കാം? ആൻറ്റിജൻ എന്ന് വിളിക്കാം. അപ്പോൾ ഈ ആൻറ്റിജൻ്റെ ഘടന തിരിച്ചറിഞ്ഞിട്ട് അതിനെതിരെ പ്രവർത്തിക്കുന്നതാണ് പ്രത്യേക പ്രതിരോധം. അതിൻ്റെ ഉദാഹരണം ഏതാണ്? ലിംഫോസൈറ്റിൻ്റെ പ്രവർത്തനമാണ്. ആ ലിംഫോസൈറ്റിൻ്റെ പ്രവർത്തനം എന്താണെന്ന് നമുക്ക് നോക്കാം. എല്ലാവരും ടെക്സ്റ്റ് ബുക്കിലേക്ക് കൂടെ ഒന്ന് നോക്കണം കേട്ടോ. 2 തരത്തിലുള്ള ലിംഫോസൈറ്റ് ഉണ്ട്. എത്ര തരത്തിലാണ്? 2 തരത്തിലുള്ള ലിംഫോസൈറ്റുകളുണ്ട്. ഏതൊക്കെയാണ് അതിൻ്റെ പേരുകൾ? ബി ലിംഫോസൈറ്റ്, ടി ലിംഫോസൈറ്റ്. ബി ലിംഫോസൈറ്റ് എന്ന് പറഞ്ഞാൽ ആ പേര് വരാൻ കാരണം ബി എന്ന് പറയുന്ന ബോൺ മാരോ എന്ന വാക്കിൻ്റെ ആദ്യത്തെ അക്ഷരമാണ്. ഇംഗ്ലീഷിൽ ബോൺ മാരോ, മലയാളത്തിൽ അതിൻ്റെ അർത്ഥം അസ്ഥി മജ്ജയെന്നും. നമ്മുടെ ഈ ബോൺസിൻ്റെ ഉള്ളിൽ, ഈ ബോൺ മാരോ അസ്ഥിമജ്ജയുടെ ഉള്ളിൽ നിന്നുമാണ് ഈ ബി ലിംഫോസൈറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ അസ്ഥിമജ്ജയിൽ നിന്നുണ്ടാകുന്ന ലിംഫോസൈറ്റ് ആയതുകൊണ്ടാണ് അതിനെ ബി ലിംഫോസൈറ്റ് എന്ന് വിളിക്കുന്നത്. മറ്റൊരു ലിംഫോസൈറ്റ് ഉണ്ട്, ടി ലിംഫോസൈറ്റ്. നമ്മൾ തൈമസിനെ പറ്റി പഠിച്ചിട്ടില്ലേ? തൈമസ് ഗ്ലാൻഡ്, തൈമസിൽ നിന്നുമുണ്ടാകുന്ന ലിംഫോസൈറ്റ് ആയതുകൊണ്ടാണ് അതിനെ ടി ലിംഫോസൈറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രവർത്തനത്തിലുള്ള വ്യത്യാസങ്ങൾ കൂടെ നോക്കാം. അത് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നതാണ്, പ്രത്യേകമായിട്ട് പഠിക്കണം കേട്ടോ. ബി ലിംഫോസൈറ്റ് എങ്ങനെയാണ് ഈ ആൻറ്റിജനുകളെ നശിപ്പിക്കുന്നതെന്ന് നോക്കാം. ഈ ശരീരത്തിലേക്ക് കടന്ന രോഗാണുക്കളായ ആൻറ്റിജനുകളെ നശിപ്പിക്കുവാനായി ബി ലിംഫോസൈറ്റ് ചില പ്രോട്ടീനുകളെ നിർമ്മിക്കും. ആ പ്രോട്ടീനുകളുടെ പേരാണ് ആൻറ്റിബോഡികൾ. അപ്പോൾ അവിടെ ഒരു ചോദ്യമുണ്ട്, വാട്ട് ഈസ് ആൻറ്റിബോഡി? എന്താണ് ആൻറ്റിബോഡി? എല്ലാവരും ബുക്കിലൊക്കെ എഴുതിയിട്ടുണ്ടോ? ശരീരത്തിലെത്തുന്ന ആൻറ്റിജനുകൾക്കെതിരെ ലിംഫോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോട്ടീനുകളാണ് ആൻറ്റിബോഡികൾ. ആ ബി ലിംഫോസൈറ്റിന് ഹെഡിങ്ങിന് താഴെയുള്ള 2 സെൻറ്റൻസാണ് എൻ്റെ ആൻസർ കേട്ടോ. എന്താണ് ആൻറ്റിബോഡി? ഇനി ബി ലിംഫോസൈറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഈ ആൻറ്റിബോഡി ഉണ്ടല്ലോ, ഈ ആൻറ്റിബോഡി പേരിൽ തന്നെയാണ് ആൻറ്റിബോഡി, ആൻറ്റിജനെതിരെ ആൻറ്റിബോഡി. ഇത് 3 തരത്തിലാണ് ഈ ആൻറ്റിബോഡികൾ പ്രവർത്തിക്കുക. ഒന്ന്, ബാക്ടീരിയകളുടെ തൊലി ഉരിച്ചു കളയുകയാണ്. ബാക്ടീരിയകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൊട്ടക്ഷൻ, ഒരു സംരക്ഷണം എന്ന് പറയുന്നത് ബാക്ടീരിയയുടെ പുറമേയുള്ള കവറിങ്ങാണ്.
ഈ കവറിങ്ങിനെ എന്ത് ചെയ്യും? നശിപ്പിച്ച് കളയും. ഇനി 2, നമ്മൾ പനിയുടെ കാര്യം പറഞ്ഞു. രോഗാണുക്കൾ ശരീരത്തിലേക്ക് കയറി കഴിയുമ്പോൾ ആ രോഗാണുക്കൾ ടോക്സിനുകൾ, വിഷം ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അതിനെ എന്ത് ചെയ്യും? ഈ ആൻറ്റിബോഡി ഇല്ലാതാക്കി കളയും. അപ്പോൾ ഒന്നെന്താ? ബാക്ടീരിയയുടെ പുറമേയുള്ള ആ മെംബ്രെയിൻ, ആ സ്ഥലത്തെ നശിപ്പിച്ച് കളയും. 2 എന്താ? ന്യൂട്രലൈസ് ചെയ്ത് കളയും, അല്ലേ? ടോക്സിൻസിനെ ന്യൂട്രലൈസ് ചെയ്ത് കളയും, വിഷത്തെ നിർവീര്യമാക്കും. 3-മത്തതാണ് മറ്റ് വൈറ്റ് ബ്ലഡ് സെൽസിനെ എന്ത് ചെയ്യും? സ്റ്റിമുലേറ്റ് ചെയ്യും. ന്യൂട്രോഫിലിനെയും മോണോസൈറ്റിനെയും ഒക്കെ സ്റ്റിമുലേറ്റ് ചെയ്ത് ഫാഗോസൈറ്റോസിസിന്, എന്താ ഫാഗോസൈറ്റോസിസ്? വിഴുങ്ങി നശിപ്പിക്കാനായിട്ട് അവരെ കൂടെ പ്രേരിപ്പിക്കും. ഇതാണ് ബി ലിംഫോസൈറ്റിന് 3 കാര്യങ്ങൾ. ഇനി ടി ലിംഫോസൈറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ബി ലിംഫോസൈറ്റ് ചെയ്യുന്ന ഒരു പണി ഇവിടെയും ചെയ്യുന്നുണ്ട് കേട്ടോ. എന്താണ്? മറ്റുള്ള ആളുകളെ സ്റ്റിമുലേറ്റ് ചെയ്യുക, മറ്റ് ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിക്കുക. മറ്റൊന്നാണ്, വൈറസ് ഏതെങ്കിലും ഒരു സെല്ലുകളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം ഈ കൊറോണ വൈറസൊക്കെ ബാധിക്കും നമ്മുടെ ശ്വാസകോശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോശങ്ങളെയാണ്, സെല്ലുകളെയാണ്. അപ്പോൾ ആ വൈറസ് ബാധിച്ചിട്ടുള്ള കോശങ്ങൾ, സെല്ലുകളെയാണ് അതിനെ നശിപ്പിച്ച് കളയുക. അപ്പോൾ ആ വൈറസും അവിടെ നിന്ന് ഇല്ലാതായി പോകും. മറ്റൊന്ന്, ക്യാൻസർ കോശങ്ങളെയും നശിപ്പിച്ച് കളയും. അപ്പോൾ ഈ കോശങ്ങളുടെ നശിപ്പിക്കലുമായി ബന്ധപ്പെട്ടാണ് ഈ ടി ലിംഫോസൈറ്റ് നിൽക്കുക. ഒന്ന് വൈറസ് ബാധിച്ച കോശങ്ങളെ നശിപ്പിക്കും, ക്യാൻസർ ബാധിച്ച സെല്ലുകളെ നശിപ്പിക്കും. അപ്പോൾ ഇത്തരത്തിലാണ് ടി ലിംഫോസൈറ്റ് പ്രവർത്തിക്കുക. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച പ്രതിരോധ പ്രവർത്തനങ്ങൾ, ഡിഫൻസ് സിസ്റ്റംസ് ഇങ്ങനെ ഒരു ചാർട്ടിലേക്കൊരു ഒരു പദസൂര്യൻ പോലെ ഉണ്ട്. അതെല്ലാവരും പൂരിപ്പിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ശരീരോഷ്മാവ് ഉയർത്തുന്നതുണ്ട്, ആൻറ്റിബോഡികളുടെ ഉൽപ്പാദനമുണ്ട്, മുറിവുണങ്ങുന്നതുണ്ട്, രക്തം കട്ട പിടിക്കലുണ്ട്, ഫാഗോസൈറ്റോസിസ് ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ കൂടെ നിങ്ങൾ ഇതിലേക്ക് എഴുതി അതൊന്ന് പൂർത്തീകരിക്കണം. ഒരു കാര്യം കൂടിയാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്, ലിംഫ് എങ്ങനെയാണ് രോഗാണുക്കളെ തടയുക എന്ന് നോക്കാം. കൂടുതൽ കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. നമുക്കറിയാം ലിംഫ് ഉണ്ടാകുന്നത് രക്തത്തിൽ നിന്നാണ്. രക്തത്തിൽ നിന്നും ഉണ്ടായിട്ട് തിരിച്ചെങ്ങോട്ട് പോകും? രക്തത്തിലേക്ക് പോകും. നമ്മൾ പഠിച്ചിട്ടില്ല, മണ്ണിൽ നിന്നും ജനിച്ചു മണ്ണിലേക്ക് പോകുന്നു എന്നതുപോലെ ഒരു സംഗതിയാണ്, രക്തത്തിൽ നിന്നും ജനിച്ചു രക്തത്തിലേക്ക് പോകുന്നു. അപ്പോൾ ലിംഫ് രക്തത്തിൽ നിന്നുണ്ടായി തിരിച്ചു രക്തത്തിലേക്ക് തന്നെ പോകുന്നതാണ്. അപ്പോൾ ആ ലിംഫിൻ്റെ ഒരു വ്യവസ്ഥയാണ് ശരീരത്തിൽ ഇങ്ങനെ എമ്പാടും ലിംഫ് വ്യവസ്ഥയുണ്ട്, ലിംഫ് സിസ്റ്റം ഉണ്ട്. ആ ലിംഫ് സിസ്റ്റത്തിൻ്റെ ചിത്രത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാം അവിടെ ലിംഫ് ഡക്റ്റുകൾ, ലിംഫ് വാഹികളുണ്ട്, സ്പ്ലീനുണ്ട്, ലിംഫ് നോഡുകളുണ്ട്. അപ്പോൾ ഈ ബാക്ടീരിയകളെ നശിപ്പിക്കാൻ പറ്റുന്ന സ്ഥലമാണ് ലിംഫ് നോഡുകളും സ്പ്ലീനുകളും. നമുക്കറിയാം സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, ഗുണ്ടകളെയൊക്കെ കൊണ്ടുപോയി ഏതെങ്കിലും ഗോഡൗണിലൊക്കെ കൊണ്ടുപോയിട്ടായിരിക്കും ഇടിച്ച് നശിപ്പിച്ച് കളയുന്നത്, അല്ലേ? അവിടെ വെച്ചിട്ടായിരിക്കും അവരുമായിട്ട് ഏറ്റുമുട്ടി അവരെ കൊല്ലുന്നു കളയുന്നത്. എന്നതുപോലെ ഈ ബാക്ടീരിയകളെ നശിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സ്ഥലങ്ങളാണ് ഈ സ്പ്ലീൻ എന്ന് പറയുന്ന ഭാഗവും ലിംഫ് നോഡ് എന്ന് പറയുന്ന ഭാഗവും. ഇവിടെ എന്തു ചെയ്യും? ഇവിടെ ബാക്ടീരിയകളെ നശിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ്. മറ്റ് ലിംഫ് വാഹിയിലുമൊക്കെ എന്തുണ്ട്? ലിംഫോസൈറ്റുകൾ ധാരാളമായിട്ട് കാണപ്പെടുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലാണ് ലിംഫ് നമ്മുടെ ശരീരത്തെ രോഗാണുക്കളിൽ നിന്നും രക്ഷിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. സംശയങ്ങളുള്ള ആളുകൾ നമ്മുടെ ഗ്രൂപ്പിലൊന്ന് ചോദ്യമായിട്ട് ഇടണം. അപ്പോൾ അതിൻ്റെ ഉത്തരം നമുക്ക് ഗ്രൂപ്പിൽ തന്നെ പോസ്റ്റ് ചെയ്യാം.